നമിച്ചുകൊണ്ട് ഇന്നിവിടെ നടത്തിയ ഈ കുട്ടികളുടെ ഈ പൂജയും ഇത്തിരി നല്ലൊരു കൂട്ടായ്മ എന്നിപ്പോഴത്തേനും കുറച്ച് ആൾക്കാർ കൂടുതൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുണ്ട്. ഇതെല്ലാം സാക്ഷ്യം വഹിച്ച് ഈ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ രംഗത്തൊക്കെ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, നേരത്തെ ബ്ലജ്ഞാചര്യം പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പ്രസംഗിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്, പ്രവൃത്തിയിൽ നമുക്ക് കാണിക്കാം എന്നുള്ളതുകൊണ്ട് ഈ കുട്ടികളുടെ ഈ താല്പര്യത്തിനും അതിനെ മുതിർന്ന അവരെ കൊണ്ടുവരാൻ തയ്യാറായ രക്ഷിതാക്കൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ കുട്ടികളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അവസരത്തിൽ നമുക്കായി വാക്കുകൾ പറയുവാൻ ഇനിയുണ്ടാകും നെജീന. കാരണം നെജീനയ്ക്ക് വളരെ അകലെ പോകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് അഞ്ചൽ കരുകോൺ വരെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് രാമൻകുട്ടി സാറിന് നെജീനെ അറിഞ്ഞൂടെ? നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിക്കുള്ള അവാർഡ് നേടിയ ആളാണ്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. വളരെ മിടുക്കിയാണ്, വളരെ സ്നേഹമുള്ള കുട്ടിയാണ്. നമ്മുടെ ഒരു കുടുംബാംഗമായി നമ്മളോടൊപ്പം, ഒരു വിദ്യാർത്ഥിയാണെങ്കിലും കുടുംബാംഗമായി നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ആളാണ്. തന്നെയുമല്ല, ഇപ്പോൾ സിനിമ സീരിയൽ രംഗത്ത് ആണ്. നെജിനയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വന്ന ഉടനെ ഷൈജു പറഞ്ഞു, സീരിയലിൽ അഭിനയിക്കുന്ന ചേച്ചി വന്നു. നെജിന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ ആ തരത്തിൽ നമ്മളെ ഏതൊക്കെ സീരിയലാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ നേരത്തെയൊക്കെ കാണുമായിരുന്നു, ജ്വാലയായൊക്കെ കാണുമായിരുന്നു. ഇപ്പോഴുള്ളതൊന്നും കാണാൻ എന്താണ് സമയം കിട്ടത്തില്ല. എനിക്കതിൽ ഞാൻ ദോഷമൊന്നും കാണുന്നില്ല, സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് നമ്മോട് പറഞ്ഞു കൊടുക്കണം. നെജിനയ്ക്കൊരു നല്ല കൈയടി കൊടുത്തേ. നെജിന എൻ്റെ രാമൻകുട്ടി സാറിൻ്റെയൊക്കെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. അത് കലയിലൂടെ സിദ്ധിച്ച അനുഗ്രഹീതയാണ്. ആ പ്രിയമുള്ള നെജിന മകളെ ക്ഷണിക്കുകയാണ്. മോള് പറയും. ബഹുമാനപ്പെട്ട നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട യജ്ഞാചാര്യനായ മണികണ്ഠൻ സാറിൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെ ഞാൻ തുടങ്ങുവാണ്. ഞാൻ പ്രാസംഗികയൊന്നും അല്ല. സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയും വിറയലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ഗുരുതുല്യനായ ആൾ വിളിക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നടന്ന പൂജ കറക്റ്റ് പറയാനൊന്നും എനിക്കറിയില്ല, എന്നാലും വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു പൂജയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈ പൂജയിൽ പങ്കെടുത്ത എല്ലാ കുരുന്നുകളും ഭാവിയിൽ വലിയ തരത്തിലൊക്കെ ഉയർന്നു വരട്ടെ, നല്ല നല്ല പൊസിഷനിൽ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം ഈ ഒരു കർമ്മത്തിൽ ഞാനിങ്ങനെ ഈ ഒരു കർമ്മത്തിന് വേണ്ടി വന്നതല്ല. എൻ്റെ അങ്ങേയറ്റം ഞാൻ സ്നേഹിക്കുന്ന JNV പോറ്റി സാറ് എൻ്റെ കലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ഉയർച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. ആ അനുഗ്രഹം എന്നും എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഞാൻ മണികണ്ഠൻ സാറിനെ എനിക്ക് 2004 കാലഘട്ടം മുതൽ എനിക്കറിയാം. സാറിൻ്റെ ഒരു വിദ്യാർത്ഥിനി എന്ന് അഭിമാനത്തോടു കൂടി എവിടെയും എനിക്ക് പറയാൻ കഴിയും. കാരണം പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണുമ്പോൾ മുഖം മറച്ചും തല കുനിച്ചും ഒക്കെ പോകുന്നു. അതേസമയം എവിടെ ഏത് വേദിയിൽ കണ്ടാലും ഓടിച്ചെന്ന് സാർ എന്ന് വിളിക്കുമ്പോൾ മകളെ എന്ന ആ ഒരു എന്താ പറയുക വാത്സല്യത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട മണികണ്ഠൻ സാറാണെങ്കിലും JNV പോറ്റി സാറാണെങ്കിലും. ഞാൻ അങ്ങനെ ഒത്തിരി സീരിയലുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ലാസ്റ്റ് ചെയ്തത് കേരളത്തിലെ മാംഗല്യമാണ്. ഒരു 10-35ഓളം സീരിയൽ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ വേഷങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു വേഷങ്ങളാണ്. പിന്നെ എടുത്തു പറയുക എന്ന് പറയുന്നത് ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംവിധായകനും ഈ നാട്ടിൻ്റെ പ്രിയങ്കരനുമായ JNV പോറ്റി സാറിൻ്റെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ്. അതുപോലെ തന്നെ ഇനി എന്താ പറയുക, ഇവിടെ കൂടിയ കുരുന്നുകൾക്കൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെടട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. നെജിന ഒരു കലാകാരി എന്ന നിലയിൽ നമ്മുടെ വേദിയിലേക്ക് കടന്നെത്തുമ്പോൾ ഒരു സ്നേഹോപഹാരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കാൻ ആരാധനായ നമ്മുടെ പ്രസിഡന്റ് വിജയൻ ചേട്ടൻ ഒപ്പം പറഞ്ഞു തീർന്നേ ഉള്ളൂ. ഉണ്ട്, ഇവിടെ ഉണ്ട് പൊന്നാട, ഇവിടെ ഉണ്ട്. ഒപ്പം നമ്മുടെ ജനപ്രതിനിധി പഞ്ചമം പാടുന്ന കുയിലിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ, പഞ്ചമം പാടുന്ന കുയിലിന് ശബ്ദമാണ് മാധുര്യമെങ്കിൽ സാന്നിധ്യത്തിൻ്റെ മധുരമായി നിൽക്കുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ടേ നിൽക്കുന്ന
ആരാധനായ പഞ്ചമം സുരേഷ് ഏട്ടനെയും ആദരവോടെ ക്ഷണിക്കുന്നു. പൊന്നാട സ്വീകരിക്കാൻ രജീന ഫസ്റ്റ് കോൾ. രഞ്ജിനെ ആദരവീതയായ സിനിമ സീരിയൽ താരമാണ്. ഞാൻ പലപ്പോഴും ഏതോ ഒരു വേദിയിൽ രഞ്ജിനെ ഞാൻ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. അന്ന് എന്തുകൊണ്ട് ഓടി എത്താൻ പറ്റില്ല. കഴക്കൂടത്ത് വന്നപ്പോൾ വണ്ടി നിന്നുപോയി. അപ്പോൾ ഇവിടെ ആരെങ്കിലൊക്കെ എത്തിയപ്പോൾ അന്നത്തെ വേദി തീർന്നുപോയി. അപ്പോൾ ഇവിടെ എത്താനാണ് നിയോഗം. അത് ഭഗവാൻ കൊണ്ടുവന്നതാണെന്ന് തന്നെ വിശ്വസിക്കുക. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധനങ്ങൾക്ക് അപ്പുറം ഇനി ഇവിടെ സഞ്ചരിച്ച് പോകാനുണ്ട്. തേക്കോറ്റിയെ കൊണ്ടുകൊണ്ട് ഞാൻ അറിയിക്കൊള്ളാം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ വളരെ നിങ്ങൾക്ക് ഇന്നിപ്പോൾ നമ്മളോട് വർത്തമാനം പറയാൻ പ്രധാനമായും എത്തിച്ചേർന്ന രാമൻകുട്ടി സാറാണ് എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്. അദ്ദേഹം 7:30 മണിയോടുകൂടി തന്നെ എത്തിച്ചേരാം എന്ന് പറയുന്നുണ്ട്. ഇന്ന് പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് കുട്ടികൾ കുറച്ചുകൂടെ വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അത്രയും അനുഗ്രഹം ആ മക്കൾക്കുണ്ടാവും എന്ന് കാത്തിരുന്നത്. സാറ് പറഞ്ഞതനുസരിച്ച് വളരെ കൃത്യത പുലർത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ആളാണ്. വിദ്യാരാജ ഗോപാല മന്ത്രാർച്ചന എവിടെ എപ്പോൾ ഒരു വെളിപ്പാടുകൾ നടക്കുമോ അവിടെ ഓടിയെത്തുന്ന ആളാണ് എൻ്റെ പ്രിയമുള്ള ജ്യേഷ്ഠ സഹോദരനായ സിൻകുമാർ സാറ്. ആ പേര് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ സൈൻ, സിഗ്നേച്ചർ, കയ്യൊപ്പ് എവിടെയും ചാർത്തുവാൻ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടും അദ്ദേഹത്തിൻ്റെ നിഷ്കാമമായ പ്രവൃത്തി കൊണ്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എന്നെ ആദരണീയനായ യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ, ഏറെ ബഹുമാനമുള്ള ഭാഗവത ശ്രേഷ്ഠർ, ബഹുമാനമുള്ള യജ്ഞ ഗോതാവ്, സ്നേഹനിധികളായ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ, നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചവും നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സ്, നമുക്ക് യജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്നദാനം എന്ന് പറയുന്നത്. 3 നേരവും നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്ന പാചക ശ്രേഷ്ഠർ, ഏറെ സ്നേഹമുള്ള ഭക്തജനങ്ങൾ, ഒരു നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഒരു ക്ഷേത്ര ഭരണസമിതി അനേകം ദിവസത്തോളം പ്രയത്നിച്ച് നടത്തപ്പെടുന്ന ഒരു മകൻ കർമ്മമാണ് യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. യജ്ഞത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പൂജകളിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഈ ദേശം മുഴുവനും ലഭിക്കും. അതിനുവേണ്ടിയാണ് ഒരു ക്ഷേത്ര ഭരണസമിതി മാസങ്ങളോളം അവരുടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇത്രയും ആൾക്കാരെ ഈ യജ്ഞവേദിയിൽ എത്തിക്കുന്ന യജ്ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേദാവിദ്യാ സാരസ്വത പൂജ സംഘടിപ്പിക്കുകയുണ്ടായി.